ചിന്നുവിന് ചെമ്പരത്തി അത്രയ്ക്ക് ഇഷ്ടമാണ്. ചിന്നുവിനെ പോലെ നാട്ടിൻ പുറത്തുകാരി പെണ്ണിന്റെ പകിട്ടുള്ള പൂവാ ചെമ്പരത്തി. നീ സാറ് പറഞ്ഞത് കേട്ടോ, എന്നെ പോലൊരു പൊട്ടി പെണ്ണാ നീയുമെന്ന്. സാറ് എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞെന്നറിയോ? പൂവായ നിനക്ക് മണവുമില്ല, പെൺകുട്ടിയായ എനിക്ക് ഗുണവുമില്ല. മനസ്സിലായോ? ഓഹോ, അടുക്കളയിൽ തന്നെ കാണാതായപ്പോ ഞാൻ കരുതി താൻ ഇവിടെ തന്നെ വന്നിരിക്കുവാണെന്ന്. എന്താ, എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ലേ? ഇരിക്കാം, ഇവിടെ നിന്നല്ല എവിടെ വേണേലും ഇരിക്കാം. ചെമ്പരത്തിയുടെ ഫാനായാള്. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്ന് ചെമ്പരത്തിയോട് സംസാരിക്കുന്നതാണ്. ഇനി എന്നാണാവോ ഈ പൂവെടുത്ത് ചെവി ചൂടി നടക്കുന്നത്? നല്ല രസമായിരിക്കും അത് കാണാൻ. ഇയാളോട് സംസാരിച്ചാൽ ശരിയാവില്ല. ആ, എന്നാ പിന്നെ ഇയാളെ എന്നോട് സംസാരിക്കണ്ട. എനിക്കും താല്പര്യമില്ല ഇയാളോട് സംസാരിക്കാൻ. ഇയാൾ കൂടുതലൊന്നും പറയണ്ട. ആ കാറൊന്ന് കഴുകിയിട്. അത് അപ്പാടെ പൊടി പിടിച്ചിരിക്കുക. പലരുടെയും ജീവനും കൊണ്ട് നടക്കുന്ന വണ്ടിയല്ലേ. ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഡ്രൈവർ. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയണമായിരുന്നു. പറഞ്ഞു. എന്തെങ്കിലും വിവരക്കേടായിരിക്കും. എടാ മഹി, മിണ്ടാതിരിടാ. ചിന്നുവിന് എന്താ പറയാനുള്ളത്? ധൈര്യമായിട്ട് പറ. സാറിന് കൊട്ടാരത്തിലെ തമ്പുരാനോടും തമ്പുരാട്ടിയോടും ഇത്രയും സ്നേഹമുള്ള സ്ഥിതിക്ക് അവരുടെ ആണ്ട് തികയുന്ന സമയത്ത് ആ ഫ്രെയിം ചെയ്ത ഫോട്ടോ വെച്ച് പൂജ ചെയ്യണമെന്നാണോ പറയുന്നത്? അതെ ചിന്നു, ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാ ചിന്നുവും കൂടി ഇത് പറയുന്നത്. ഇപ്പോ എനിക്ക് ചിന്നുവിനോടുള്ള സ്നേഹവും മതിപ്പും ഒക്കെ കൂടി. എനിക്കും. ഒന്നുമില്ല. ഇങ്ങനെ വേണം പെൺകുട്ടികളായ. എന്റെ മനസ്സ് വായിച്ചതുപോലെ ചിന്നു പറഞ്ഞത്. ചിന്നു, ചന്ദ്രലേഖയായിട്ട് സംസാരിച്ച് ആത്മശാന്തി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെ കാര്യമാണ്, ഒന്നിനൊരു കുറവും വരുത്തരുത്. നീയും കൂടെ സഹായിച്ചു കൊടുക്ക്. പിന്നെ എപ്പ സഹായിച്ചെന്ന് ചോദിച്ചാ മതി. അല്ല ചിന്നു? എന്താ? എന്തിനാടാ പൂവിനെ ഇങ്ങനെ നശിപ്പിക്കുന്നേ? നീ ഡ്രൈവർ പയ്യനല്ലേ, പോയി കാർ കഴുകിടാ. ഓ, അങ്ങനെ ആയിക്കോട്ടെ സാർ. ഇവന്റെ ഒരു കാര്യം.